പാമ്പ് ഇങ്ങനെ വന്ന് നിവർന്ന് കിടക്കുകയല്ല ചെയ്യുന്നത്. ചെട്ടിയുടെ പുറകില് പാത്രത്തിനിടയില് ഷൂസിനുള്ളില. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറി ചുരുണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പാമ്പ് കടിയേറ്റ ഫസ്റ്റ് എയ്ഡ് ഇല്ല, പേടിച്ചിട്ടാണ് പെട്ടെന്ന് അറ്റാക്ക് ഒക്കെ വരാനുള്ള പ്രഷർ കൂടുന്നു. അപ്പൊ അങ്ങനെ അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോ നമ്മൾ പെട്ടെന്ന് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകി ആവശ്യമില്ല. അത് വീണ്ടും വീണ്ടും ഇവർ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഉള്ളിലാണ് വെനം കയറുന്നത്. അപ്പൊ നമ്മൾ ഈ പുറത്ത് കഴുകിയിട്ട് കാര്യമില്ല. ചൂട് തന്നെ ആയിരിക്കണം മെയിൻ ആയിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത്. ചെറിയ കീഴത്തെ സംഭവമൊക്കെ വളരെ ദയനീയമാണ്. കാരണം ആ കുഞ്ഞ് അതിനുള്ള ലക്ഷണങ്ങൾ അത് പറയുന്നുണ്ട്. ആനയും ബൈറ്റ് ചെയ്ത് ആന മരിച്ചു പോകുന്ന പറയും. ഒരു 20 മനുഷ്യൻ മരിച്ചു പോകാനുള്ള വെനമാണ് ഒരു ബൈറ്റിൽ ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് മരണം സംഭവിക്കുന്നു. നമ്മുടെ ഈ ഓരോ രോമത്തിൽ കൂടിയും ബ്ലഡ് വരും എന്നാ പറയുന്നത്. ഞങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. വീഡിയോ വഴിയൊക്കെ ഒത്തിരി ചീത്ത പറയുന്നവരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ വന്യജീവികളൊക്കെ എത്രമാത്രം പാവങ്ങളാണ്. പാമ്പുകൾ ഇത്രയും വർഷമായിട്ട് ഇവരൊന്നും ഇങ്ങനെയും മനുഷ്യരെ ഉപദ്രവിച്ചിട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോ ഒരു ജീവനിൽ ചിലപ്പോ എടുത്ത് വീട്ടിലെ കട്ടിലെ കൊണ്ടുപോയിക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം ആ ജീവി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമാണ്. എന്തോ അങ്ങനെ ഒരു ധൈര്യം എവിടെന്നോ കിട്ടിയത് കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ദിനംപ്രതി പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലേ. വേനൽ കടുത്തതോടെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ തണൽ തേടി പാമ്പുകൾ എത്തുന്നത് നമ്മുടെ വീടുകളിലേക്കും പരിസരങ്ങളിലേക്കുമൊക്കെയാണ്. സത്യത്തിൽ നമുക്ക് പാമ്പുകളെ കാണുമ്പോൾ പേടിയുമാണ്, അതേസമയം അവയെ എങ്ങനെ ധൈര്യത്തോടെ നേരിടണം എന്ന സംശയവുമാണ്. ഈ സംശയങ്ങളെ ക്ലിയർ ആക്കാനും ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ ഇന്ന് മാഡിസൺ ഡിജിറ്റലിനോടൊപ്പമുള്ളത് കേരളത്തിലെ ആദ്യ വനിതാ സ്നേക്ക് റെസ്ക്യൂ ഡോക്ടർ റോഷിനിയാണ്. ചേച്ചി, അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ്, അതും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയപ്പോഴാണ് പാമ്പുകടിയേറ്റ് മരിച്ചത്. സഹോദരനും പാമ്പുകടിയേറ്റ് ചികിത്സയിലുമാണ്. അപ്പം സ്വന്തം പിതാവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇനി ആ വീട്ടിൽ കയറത്തില്ലെന്ന്. നമുക്ക് അത്രയും സേഫ് ആയിട്ട് തോന്നിയ നമ്മുടെ വീട് തന്നെ നമുക്ക് വീട്ടിനകത്തിരിക്കുമ്പോൾ പേടി തോന്നിപ്പിക്കുന്ന ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പം നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പാമ്പുകൾ എവിടെ തിരിഞ്ഞാലും പാമ്പുകൾ മാത്രമാണ്. അപ്പൊ നമ്മളെ വീട്ടില് പാമ്പുകൾ കയറാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ ചെയ്യണം? അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ നമ്മുടെ വീടിനുള്ളിൽ നിന്ന് ഒരു ബൈറ്റ് ഉണ്ടായി ഇതുപോലെ കുഞ്ഞു മരിക്കുക. പിന്നെ അവർക്ക് അത് തൃശ്ശൂരാണ് ശരിക്കും കുഞ്ഞ് മരിച്ചു പോകുന്നതും അതിന്റെ സഹോദരനും ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പൊ കുട്ടിക്ക് റിക്കവർ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഭഗവാനോട് നന്ദിയുണ്ട് ശരിക്കും പറഞ്ഞാല്. കാരണം നമുക്കും അതിൽ ഭയങ്കര വിഷമമാണ്. നമ്മള് ഇതുപോലെ പാമ്പിനെ കാണുമ്പോൾ വനംവകുപ്പ് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് നമ്മൾ ഇതിനായിട്ട് നടക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ വീടിനുള്ളിൽ നിന്നാവുമ്പോൾ അത് ഒരുപാട് വിഷമമാണ് ശരിക്കും. ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തില് നമ്മളത് കുറച്ചുകൂടി എന്തുവാണ് കെയർഫുൾ ആവേണ്ടതുണ്ട് ജനങ്ങള്. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ പറയുന്നുണ്ട് വീടിനുള്ളിലേക്ക് പാമ്പ് വരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. വീടും പരിസരവും വൃത്തിയാക്കിയിടുക. അപ്പൊ വൃത്തിയായി ഇട്ടു എന്ന് വെച്ചിട്ട് പാമ്പ് കയറി വരാതിരിക്കില്ല. പക്ഷെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതിനെ കാണാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് മാറാനുള്ള ഒരു സാഹചര്യം അത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ വീട് വൃത്തിയാക്കി ഇടുക. പിന്നെ വീടിനോട് ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഇപ്പൊ എല്ലാ വീടുകളിലും ഉണ്ട്. അകത്തൊക്കെ ഒരുപാട് ചെടിയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം നനവുള്ളത് കൊണ്ട് അത്തരം തണുത്ത സ്ഥലങ്ങളിൽ വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ വീട്ടില് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അടുക്കളയില് ഗ്യാസ് ഊറ്റി വെച്ചേക്കുന്നതിന്റെ അടിയിൽ ചെറിയ ചെറിയ റാക്കുകൾ ഉണ്ടാവും. പാത്രങ്ങളെല്ലാം നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾക്കെല്ലാം ഒരു തണുപ്പാണ്. അങ്ങനെയുള്ള അതിനിടയിലൊക്കെ കയറിയിരിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പൊ അത്തരം സ്ഥലങ്ങളൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അകത്തേക്ക് കയറി വരാനുള്ള വഴികള് ഒന്ന് ഏതെങ്കിലും രീതിയിൽ ക്ലോസ് ചെയ്യുകയോ പാമ്പ് കയറാതെ ചെറിയ നെറ്റ് വെച്ച് ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ബാത്റൂം പോലെയുള്ള അടുക്കളയിൽ നിന്നെല്ലാം ഡ്രെയിനേജ് വെള്ളം പോകുന്ന വഴികളെല്ലാം ഈ പൈപ്പുകള് അത് നമ്മുടെ വീടിനകത്തുനിന്നാണെങ്കിലും അതിന്റെ പൈപ്പിന്റെ, ഇപ്പൊ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ആ പൈപ്പ് തുറക്കുന്നത് ചിലപ്പോൾ റോഡ് സൈഡിലോ ഓടയിലോ വല്ലതും ആയിരിക്കും. അതുവഴി പാമ്പ് അതിൽ കൂടി കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരത്തിൽ അങ്ങനെയുള്ള വെള്ളം പോകുന്ന പൈപ്പുകളെല്ലാം ഒരു നെറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ചെയ്യണം ഉറപ്പായിട്ടും. അപ്പൊ ഇത്തരം രീതിയിൽ പാമ്പ് അതിനൊരു ഷെൽട്ടർ നമ്മുടെ വീട്ടിൽ ഉണ്ടാവരുത്. പെട്ടെന്ന് കയറി വരുമ്പോ അതിന് കയറിയിരിക്കാൻ ഒരു സ്ഥലം ഇല്ലാന്നുണ്ട് കഴിഞ്ഞാല്, മീൻസ് പാമ്പ് ഇങ്ങനെ വന്ന് നിവർന്ന് കിടക്കുകയല്ല ചെയ്യുന്നത്. ഇത് നമ്മുടെ വീടിനുള്ളിൽ എവിടെയെങ്കിലും ഒരു ചെടിയുടെ പുറകില് പാത്രത്തിനിടയില് ഷൂസിനുള്ളില്
അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറി ചുരുണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതില്ലാതാവുമ്പോഴത്തേക്ക് അത് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതുവഴി തന്നെ പോകും, ഇറങ്ങി പൊക്കോളും. അപ്പൊ ആ ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. മാത്രല്ല ചേച്ചി, ഇപ്പം ഒരാൾക്ക് പാമ്പുകടി ഏറ്റാല് കൂടെയുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അവർ പാനിക് ആവുന്നുണ്ട്. പാനിക് ആയിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ചാല് ഒന്നെങ്കിൽ എന്താണ് സോപ്പും വെള്ളമൊക്കെ വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തു ഓക്കെ ആണ്, എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നുണ്ട് ഒരു കേസുകള്. ചില കേസുകളാണെങ്കിൽ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പാമ്പ് ബൈറ്റ് ചെയ്ത മാർക്ക് അത് ചെത്തിക്കളയുക, അല്ലെങ്കിൽ ആ വെനം വാ കൊണ്ട് വലിച്ചെടുക്കുക, എന്നിട്ട് അത് തുപ്പിക്കളയുക. ഇനി അതല്ലാതെ ഈ പാമ്പ് ബൈറ്റ് ചെയ്ത സാധനം എന്താ പറയാ, ഈ നല്ല തുണി വെച്ച് ഇറുക്കി കെട്ടിവെക്കുക. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോഴും മനുഷ്യർ ഇത് വിശ്വസിച്ച് വരുന്നവരാണ്, അതായത് ഇങ്ങനെ ചെയ്താൽ ഇതൊക്കെ മാറും എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഗോൾഡൻ അവർ എന്നൊരു സമയം ഉണ്ടല്ലോ, അതായത് മനുഷ്യന് പാമ്പ് കടി ഏറ്റിട്ടുള്ള ഒരു ഗോൾഡൻ അവർ ആണത്. ആ സമയത്ത് എന്ത് മുൻകരുതൽ, ഇങ്ങനെ പാമ്പ് കടി ഏറ്റാൽ എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം പാമ്പ് കടിയേറ്റാൽ ഫസ്റ്റ് എയ്ഡ് ഇല്ല, പ്രഥമ ശുശ്രൂഷ ചെയ്യരുത് എന്നുള്ളത് നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്. അതിപ്പോ ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടാവുമ്പോ നമുക്ക് ആളിനെ ഭയപ്പെടുത്തരുത്. നമുക്ക് പേടിച്ചിട്ടാണ് പെട്ടെന്ന് അറ്റാക്ക് ഒക്കെ വരാനുള്ള പ്രഷർ കൂടുന്നു. അപ്പൊ അങ്ങനെ അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോ ആദ്യം ഒന്നും ഭയപ്പെടുത്താതിരിക്കുക. ഒന്നും നമുക്ക് ഇതിപ്പോ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന കാര്യമാണ്, നമുക്ക് സ്ഥിരം ഇത് അറിവുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ടെങ്കിലും എന്താണ്, ഒരു പെട്ടെന്നൊരു ബൈറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യാം, ആളെ ഒന്നും ഭയപ്പെടുത്താതിരിക്കുക, ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ 108 ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ ആന്റിവനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ വേറെ വണ്ടിക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 1 മണിക്കൂറിനുള്ളിൽ, അത് 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു ഗോൾഡൻ അവർ ആണ്. അതിനുള്ളിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്താം. പക്ഷെ അതെന്ന് പറയുന്ന ഒരു 10 മിനിറ്റ് ആയാലും അരമണിക്കൂറിനുള്ളിലും ആയാലും അത്രയും നമ്മൾ സേഫ് ആണ്. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അത്രയും സേഫ് ആണ്. അപ്പോ അതുകൊണ്ട് തന്നെ അത്തരത്തില് എത്രയും വേഗം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആളിനെ പേടിപ്പിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഈ പറയുന്നത് പോലെ കുറച്ച് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന കാര്യം പറയുന്നത് ശരിക്കും ചെയ്യരുത്. ഞാനിപ്പോ ഇന്നലെയും ഒരു വാർത്തയിൽ ഒരു ബൈറ്റ് കിട്ടിയ അമ്മയുടെ മകളാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നുണ്ട് വേറെ അങ്ങനെ പരിഭ്രാന്തിയൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് വന്ന് ഇങ്ങനെ വീട്ടിനകത്ത് കയറി വന്നു, പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇരുന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകി. ആവശ്യമില്ല. അത് വീണ്ടും വീണ്ടും ഇവർ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോ സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത് 2 ബൈറ്റ് മാർക്ക് മാത്രമേ നമ്മുടെ ശരീരത്തിൽ കാണുന്നുള്ളൂ. ഇതിന്റെ പല്ല്, വിഷപ്പല്ല് അകത്തേക്കാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇവിടെ വെയിനിൽ അത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പൊ ഉള്ളിലാണ് വെനം കയറുന്നത്. അപ്പൊ നമ്മൾ ഈ പുറത്ത് കഴുകിയിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ അത്തരത്തിലൊരു കാര്യമൊന്നും ചെയ്യാൻ സമയം കളയരുത്. അത് വീണ്ടും ഒരു സമയം നമുക്ക് നഷ്ടപ്പെടുവാണ് ചെയ്യുന്നത്. നമ്മുടെ ഗോൾഡൻ അവറിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് നമുക്ക് നഷ്ടമാണ്. അപ്പൊ ഒരിക്കലും അത്തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡുകൾ ചെയ്യാതിരിക്കുക. മുറുക്കി കെട്ടുക, സോപ്പ് ഉപയോഗിച്ച് കഴുകുക, സക്ക് ചെയ്തെടുക്കുക, എന്തുവാണ് ബ്ലൈഡ് വെച്ച് കീറി രക്തം വാർത്ത് കളയുക. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യരുത്. നമുക്ക് ഫസ്റ്റ് എയ്ഡ് സ്നേക്ക് ബൈറ്റിൽ ഇല്ല. എത്രയും വേഗം ആളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അയാളെ സമാധാനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് അത്രയും പ്രഷ്യസ് ആണ്. അത് ഉറപ്പായിട്ടും നമ്മളത് ശ്രദ്ധിക്കണം. വേനൽക്കാലം തുടങ്ങിയതോടെ ചേച്ചിയുടെ ഫോണിലേക്കും പാമ്പുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒട്ടേറെ കോളുകൾ വരുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പൊ ചേച്ചി, ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സമയത്ത് ഇത്ര അധികം പാമ്പുകളുടെ അപകടങ്ങൾ ഉണ്ടാവാൻ അതും ഇപ്പം ഭയങ്കരമായിട്ടും വർദ്ധിച്ചു വരികയാണ്. അതിന്റെ മെയിൻ പ്രധാന കാരണം എന്താണ്? പാമ്പുകള് അവരുടെ മാളങ്ങൾ വിട്ട് അതിന്റെ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അതെന്താണ്? അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മള് ശീതരക്തമാണ്, അവർക്ക് തണുപ്പാണ്. ഭയങ്കര അതികഠിനമായ തണുപ്പുമല്ല, അതികഠിനമായ ചൂടുമല്ല, അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഈ വീടിനുള്ളിലൊക്കെ കയറിയിരിക്കുമ്പോ പിന്നെ നമ്മൾ ചിലപ്പോ അറിയാതെ അടുത്തൂടെ പോയോ ചവിട്ടുകയോ ഒക്കെ ചെയ്യുമ്പോ ഇവരും ഒരു ഡിസ്റ്റർബ്ഡ് ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ പാമ്പുകൾ. അതുകൊണ്ടായിരിക്കണം അത്രത്തോളം ബൈറ്റ് കേസ് ഉണ്ടാവുന്നത്. പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഞാനൊക്കെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷത്തിൽ കൂടുതലായി. പക്ഷേ എന്റെ ആദ്യത്തെ അനുഭവമാണ് ഇത്തരത്തില് ഇത്രയും മരണം ഉണ്ടാവുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ മരണം വളരെ അതെ, ഇപ്പൊ വളരെ കൂടി എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മള് മുൻപത്തേക്കാൾ മരണം
നിരക്ക് വളരെ കുറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമാണ്. സബ്വേയുടെ ആപ്പ് വന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1600ഓളം ലോക്കൽ വോളണ്ടിയേഴ്സ് ഉണ്ട്. എവിടെ പാമ്പിനെ കണ്ടാലും രാത്രിയും പകലും ഇല്ലാതെ നമ്മള് പാമ്പുകളെ റെസ്ക്യൂ ചെയ്ത് വനത്തിൽ കൊണ്ട് വിടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു അനുഭവം ശരിക്കും ആദ്യമായിട്ടാണ്. അത് ചൂട് തന്നെ ആയിരിക്കണം മെയിൻ ആയിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പാമ്പ് കടി ഏറ്റ ഉടനെ നമ്മള് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും? പാമ്പിനെ ഒന്നെങ്കിൽ കൊല്ലുക, അതിന്റെ ഫോട്ടോ എടുത്തിട്ട് കാരണം ഡോക്ടർമാർക്ക് അറിയണമല്ലോ ഏതാണ് പാമ്പ് കടിച്ചതെന്ന്. ഞാൻ ചോദിക്കുന്നത്, പാമ്പ് കടിച്ച പാടുകൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത് ഏത് പാമ്പാണെന്ന്? പാമ്പ് കടിച്ച പാട് നോക്കി നമുക്ക് ഒരിക്കലും പാമ്പ് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. വെനമസ് നോൺ വെനമസ് സ്നേക്സ് ഉണ്ട്. എല്ലാവരും കടിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. പിന്നെ നോൺ വെനമസ് ആണെങ്കിൽ കടി എന്ന് പറയുന്നത് രണ്ട് പല്ല് പാട് തന്നെ വരണം എന്നില്ല. കാരണം നോൺ വെനമസ് ആയിട്ടുള്ള സ്നേക്സിന് പല്ലുകൾ കുറച്ചുകൂടെ ഉണ്ട്. ചേരയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൈത്തം കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ വെനമസ് സ്നേക്സിന് 2 വിഷപ്പല്ലാണുള്ളത്. അപ്പൊ ആ രീതിയിലാണ് ബൈറ്റ് മാർക്ക് ഉണ്ടാവുന്നത്. അപ്പോ ഇവര് ബൈറ്റ് നോക്കിയിട്ട് പക്ഷെ വെനമസിൽ തന്നെ ഏതാണ് അങ്ങനെയൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ തല്ലിക്കൊന്നു കൊണ്ടുപോവേണ്ട കാര്യമില്ല. കാരണം ബിഗ് 4ൽ വരുന്ന 4 പാമ്പുകളാണ്. 5 പാമ്പാണ് വിഷപ്പാമ്പുകൾ ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് പറയാമോ? 5 പാമ്പ് എന്ന് പറയുമ്പോൾ കിങ് കോബ്ര, നമ്മുടെ സ്പെക്ടക്കിൾഡ് കോബ്ര, റസൽസ് വൈപ്പർ, സോസ്ഗേൽഡ് വൈപ്പർ, കോമൺ ക്രൈറ്റ്. ഇവർ 5 പേരാണ് നമുക്ക് വെനമസ് സ്നേക്സ് ആയിട്ടുള്ള മനുഷ്യന്റെ ജീവൻ അപഹരിക്കാൻ കഴിവുള്ള വെനമസ് സ്നേക്സ് എന്ന് പറയുന്നത്. ഇവർ 5 പേരാണ്. പക്ഷെ ഇതിൽ തന്നെ ബിഗ് 4ൽ വരുന്നത് 4 പേരാണ്. കിങ് കോബ്ര ഒഴികെയുള്ള ബാക്കി 4 പേരാണ്. ഇവർക്ക് 4 പേരും കടിച്ചു കഴിഞ്ഞാല് പോളിവാലന്റ് ആന്റിവെനമാണ് കൊടുക്കുന്നത്. 4 പേർക്കും സെയിം ആന്റിവെനമാണ് ഇൻജെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പാമ്പിനെ കൊണ്ടുപോവേണ്ട കാര്യം ഇല്ല എന്ന് പറയുന്നത്. അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ക്ലോട്ടിക് ടൈം ഇതെല്ലാം നോക്കിയിട്ടാണ് അവര് വെനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവര് തിരിച്ചറിയും. കാരണം വെറുതെ ആന്റിവെനം കൊടുക്കാൻ പറ്റില്ല. ആന്റിവെനം എന്ന് പറയുന്നത് ദോഷമാണ്. നമ്മുടെ ശരീരത്തിൽ മരണം വരെ സംഭവിക്കാൻ വേണമെങ്കിൽ ആന്റിവെനം അനാവശ്യമായി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആന്റിവെനം ചെയ്യാറില്ല. പക്ഷെ ഇവര് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ആന്റിവെനം ചെയ്യുന്നത്. പക്ഷേ ഹോസ്പിറ്റലിലും ശരിക്കും അവരെ കുറിച്ചോളം അവെയർ അല്ല. ഒരു പൊതുധാരണ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ. അത് ഉറപ്പായിട്ടും അവർക്ക് അത്തരത്തിലുള്ള അറിവ് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഉണ്ടാവേണ്ടതാണ്. കാരണം ഇപ്പൊ ഒരു 4-5 കേസ് വന്നപ്പോ ഈ ആന്റിവെനം കൊടുക്കുന്നതില് കാണിച്ച വിമുഖതയാണ് ഉണ്ടായത് എന്ന് ചികിത്സാ പിഴവെന്ന് പറയാൻ പറ്റുമോ? എന്താ ചികിത്സാ പിഴവാണെന്ന് പറയാൻ പറ്റുമോ? ചികിത്സാ പിഴവെന്നല്ല, അവരും അവരുടെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ആ ചിറകിഴുത്ത് സംഭവമൊക്കെ വളരെ ദയനീയമാണ്. കാരണം ആ കുഞ്ഞ് അതിനുള്ള ലക്ഷണങ്ങൾ അത് പറയുന്നുണ്ട്. ഇപ്പൊ കോബ്ര ക്രൈറ്റ് ഒക്കെ ന്യൂറോടോക്സിക് ആണ്, അണലി ഹീമോടോക്സിക് ആണ്. അപ്പോ അതില് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് അതിന്റെ ലക്ഷണങ്ങൾ അത് പറയുന്നുണ്ട്. അതിന് ശ്വാസതടസ്സം ഉണ്ടാവുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല, പിന്നെന്തോ തലകറങ്ങുന്നു, വിഷൻ ബ്ലഡ് ആവുന്നു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുട്ടി പറയുന്നുണ്ട്. അത് അത്രയും കോൺഷ്യസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. വോമിറ്റിംഗ് ടെൻഡൻസി അത് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇവർക്ക് അത് മനസ്സിലായില്ല എന്ന് പറയുന്നത്. ഇത് കടിച്ച പാമ്പ് ഏതാണെന്ന് ധാരണ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് ശരിക്കും അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ആ ചികിത്സേനെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നില്ലേ? അവർക്ക് ഇത്രയും ലക്ഷണങ്ങൾ കുട്ടി പറഞ്ഞു. എന്തുവാണ്, പഴുതാര കടിച്ചാൽ ഇത്രയും ലക്ഷണം ഉണ്ടാവില്ല. പാമ്പ് കടിക്കുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ, ഒരു വെനമസ് സ്നേക്സ് കടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ലക്ഷണങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് ഉറപ്പായിട്ടും ഡോക്ടർമാർക്കും നഴ്സുമാരും അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ ബൈറ്റ് മാർക്ക് നോക്കി ഇപ്പൊ അവർക്കല്ല നമുക്കായാലും ബൈറ്റ് മാർക്ക് നോക്കി വെനമസ് ആണെന്ന് അറിയാൻ കഴിയില്ല. അതിനൊപ്പം തന്നെ അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് അറിയാൻ പറ്റും, വെനം ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. ഇത്രയും മതിയല്ലോ, ധാരാളമാണ് ആന്റിവെനം ചെയ്യാനായിട്ട്. ഒരു സാധാരണക്കാരന് ഒരു പാമ്പിനെ കണ്ടാൽ ഇത് വിഷമുള്ളതാണ് അല്ലെങ്കിൽ ഇത് വിഷമില്ലാത്തതാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമുക്ക് ഈ 5 പാമ്പ് മാത്രമേ ഉള്ളൂ വെനമസ് സ്നേക്സ്. അതിനെ കണ്ടാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഗൂഗിളെങ്കിലും സെർച്ച് ചെയ്ത് ഇതിന്റെ ഫോട്ടോ ഒന്ന് കണ്ടുവയ്ക്കുന്നത് നല്ലതായിരിക്കും. അതെ. മാത്രല്ല ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ഈയിടെയായിട്ട് പാമ്പുകളുടെ ഒരു ഇതെല്ലാം നിറഞ്ഞു നിൽക്കുക. അപ്പൊ അതില് വന്നതാണ് ചില പാമ്പുകളൊക്കെ കടിച്ചാൽ ഇത്ര മിനിറ്റിനുള്ളിൽ മരിച്ചു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ പിന്നിലെ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ഇതെന്താണ്? രാജവെമ്പാല കടിച്ചാല് പെട്ടെന്ന് മരിച്ചു. അത് വെനം ടോക്സിക് ആണ്. അത് ഇൻജെക്ട് ചെയ്യുന്ന എമൗണ്ട് വളരെ കൂടുതലാണ്. കാരണം ഒരു ആനയെ ബൈറ്റ് ചെയ്താൽ ആന മരിച്ചു എന്ന് പറയുന്നത് രാജവെമ്പാല. അപ്പൊ അത്രയും ക്വാണ്ടിറ്റി വെനം അത് ഇൻജെക്ട് ചെയ്യുന്നു. അതായത് ഒരു 20 മനുഷ്യൻ മരിച്ചു പോകാനുള്ള വെനമാണ് ഒരൊറ്റ ബൈറ്റ് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് മരണം സംഭവിക്കുന്നു. അതുപോലെ ക്രൈറ്റ്, കോമൺ ക്രൈറ്റ് എന്ന് പറയുന്നതും അതുപോലെയാണ്. ഈ വെനമസ് എല്ലാം ഡേഞ്ചറാണ്. ഇതിൽ 5 പേരും ഡേഞ്ചർ ആണ്.
അതില് ക്രേറ്റ് ആണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാ കുഞ്ഞു പല്ലാണ്. ബൈറ്റ് അറിയൂല, വേദന അറിയൂല. ഉറക്കത്തിലാണെങ്കിൽ ആ ഉറക്കത്തിൽ തന്നെ മരിച്ചു പോകാനുള്ള സാധ്യത അപ്പം വളരെ കൂടുതൽ. ഓരോ പാമ്പിന്റെയും വിഷം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ റിയാക്ട് ആണോ ബോബി ചെയ്യുക? ഇതിലിപ്പോ നമുക്ക് ഇവരെല്ലാം ന്യൂറോടോക്സിക് ആണ്. ആ, അണലിയാണ് ആ. ഹീമോടോക്സിക് ആയിട്ടുള്ളത്. അപ്പൊ അണലിയുടെ ആണെങ്കിൽ ചിലപ്പോൾ ചെവി കൂടെയും മൂക്കിൽ കൂടെയും ഒക്കെ ബ്ലഡ് ഓ വരാം. ശരി ശരി. നമ്മുടെ ഈ ഓരോ രോമത്തിൽ കൂടിയും ഉം, ഉം. ബ്ലഡ് വരും എന്നാ പറയുന്നത്. അപ്പോ അത് ആ രീതിയിലായിരിക്കും. പിന്നെ ഞാനീ എനിക്ക് ബൈറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ബൈറ്റ് കിട്ടിയ ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുള്ളപ്പോ അവരിങ്ങനെ പറയുന്നതാണ് നമുക്കിങ്ങനെ സൂചി കുത്തി കയറ്റുന്നത് പോലെയുള്ള ഒരു വേദന ഉണ്ടാവുന്ന പറയുന്നത്. ഈ വെനം ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് കയറും തോറും അതെ അതെ. അങ്ങനെ ഒരു വേദന ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ അത് പിന്നെ ഈ ത്രൈറ്റിന്റെ കാര്യത്തിൽ അത് പക്ഷെ അറിയാൻ അല്ല. പറ്റില്ല. ആ. അതുപോലെ ചേച്ചി ഈ വേനൽക്കാലത്ത് പാമ്പുകൾ മാത്രമല്ല വില്ലൻ ആവുന്നത്. കൂടെ തന്നെ ഈ ഇരുതലമുരി, പിന്നെ എന്താ നീർക്കോലി പോലത്തെ പാമ്പുകള്, പാമ്പുകളുടെ ഇനത്തിൽ പെടും. എന്നാൽ തന്നെ ഇത് പാമ്പുകളും അല്ലാന്ന് പറയപ്പെടുന്ന കുറച്ച് ഇഴജന്തുക്കളൊക്കെ ഉണ്ട്. അതുങ്ങള് ഇതുപോലെ കടിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതെല്ലാം ഉണ്ടാവും. പാമ്പുകളാണ്. ആ. നീർക്കോലി എന്ന് പറയുന്ന ചെക്കേഡ് ഗിൽബാക്ക് എന്ന് പറയുന്ന പാമ്പാണ് ആ, ആ, നോൺ സ്നേക്ക് ആണ്. ആ. ഇരുതലമൂലി സാൻബോവ എന്ന് പറയുന്നത് കോമൺ സാൻബോവ, നമ്മുടെ റെഡ് സാൻബോവ 2 തരമുണ്ട്. അവരും പാമ്പുകളാണ്. പക്ഷെ അവരൊന്നും നോൺ വെനമസ് ആണ്. അവര് മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാവുന്ന പാമ്പുകളല്ല. അപ്പൊ അതുങ്ങള് കടിച്ച പ്രശ്നമൊന്നുമില്ല. ഇല്ല, നോൺ വെനമസ് സ്നേക്സ് കഴിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് കുഴപ്പമില്ല. ചിലർക്ക് നമ്മുടെ അലർജി ബോഡിയിൽ അല്ലെ? അലർജി ഒക്കെ ഓ ഉണ്ടാവാം ശരി ശരി. എന്നുള്ളതല്ലാതെ മറ്റ് ആ, ആ. ഒന്നിനെ നിസാരമായി കാണരുത് എന്നുള്ളൊരു ഉറപ്പായിട്ടും അല്ലേ? ഒന്നും നിസ്സാരമായിട്ട് കാണാനുള്ള ഒരു കാര്യമല്ല സ്നേക്ക് ബൈറ്റ് സ്നേക്ക് എന്ന് ബൈറ്റ്. പറയുന്നത്. നമുക്കത് അധികം നമുക്ക് എന്തുവാണ് അതിലത്ര പരിചയമില്ല. അതാ പ്രശ്നം. കാരണം നമുക്കങ്ങനെ പാമ്പ് കടിയേറ്റുള്ള മരണം നമ്മള് വളരെ കുറച്ചൊക്കെയാ കേൾക്കുന്നത്. അതെ അതെ. നമ്മള് ഇപ്പൊ എന്തുവാണ് പത്രത്തിലൂടെയോ ടിവിയിലൂടെയോ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും ചിലപ്പോ അതെ ഒരു അതെ. snake bite. വർഷത്തിൽ അതെ ഒരിക്കൽ അതെ, ഒരു ഒറ്റ കേസെങ്കിലേ ഒന്നോ വന്നാലുള്ളൂ. കേസൊക്കെ നമ്മൾ ഇപ്പൊ കേൾക്കുന്നുള്ളൂ. ഒരാഴ്ച പക്ഷെ തന്നെ ഒരാഴ്ച തന്നെ 8, ഇപ്പൊ 6ഓ 9 7ഓ മരണം ആവുന്നുണ്ട്. അപ്പൊ തീർച്ചയായും. ഇത്രത്തോളം ഒരു ഭീകരത നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മൾ അറിഞ്ഞിട്ട് പോലും ജനങ്ങളുടെ എല്ലാവരും അവെയറാണ്. ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വഴി റീൽസ് വരെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതെ അതെ യൂട്യൂബേഴ്സും അതെ. ബ്ലോഗേഴ്സും ഒക്കെ ഇതിനെ തീർച്ചയായും. കുറിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അതെ. ഇതെല്ലാം ശരിക്കും ഒരു ബോധവൽക്കരണമാണ്. നമ്മള് ജനങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ആണ് ഇതെല്ലാം ഇത്തരത്തിലുള്ള ബോധവൽക്കരണം കൊടുക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മുൻപും ഒരു ചാനലിൽ പറഞ്ഞതാണ്. നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത വീട്ടിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ജില്ലയിൽ സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല എന്നൊരു തെറ്റായ ധാരണ ധാരണ ഉണ്ട്. പൊതുവെ നമുക്ക് തീർച്ചയായും. മലയാളികൾക്കുണ്ട്. അത് നമ്മുടെ വീട്ടിൽ സംഭവിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സമയം താമസിച്ചു പോയിരിക്കും. അതുകൊണ്ട് അത്തരത്തിലൊരു നമ്മുടെ സുരക്ഷ നമ്മുടേത് മാത്രമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് നൽകുന്ന വനംവകുപ്പ് നൽകുന്ന കരുതലുകൾ എടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാണ് പറയാൻ. അതുപോലെ ഈ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് കീരിയും പാമ്പും തമ്മിൽ ചേരില്ല എന്നുള്ളത്. അപ്പൊ ചിലര് ഈ എന്താ പറയാ രസകരമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ എനിക്ക് പാമ്പ് വരാതിരിക്കാൻ ഈ കീരിനെ വളർത്തിയാലേ ഉള്ളൂ എന്നൊക്കെ. ഇപ്പം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും പൂച്ചകളാണ്. അതായത് പൂച്ചസാറാണ് ഇങ്ങനെ വൈബ് പിടിച്ച് നിൽക്കുന്നത് പാമ്പിനെ ഓടിക്കാനും. അത് കഴിഞ്ഞ ദിവസം ഒരു റീലിൽ വന്നിരുന്ന ഒരു വാർത്തയിൽ വന്ന് നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഒരു അമ്മയും തള്ളപ്പൂച്ചയും ബാക്കിയുള്ള കുഞ്ഞുങ്ങളും ചേർന്ന് എത്ര 6ഓളം കുഞ്ഞുങ്ങളെ കൊന്നൂന്നും ബാക്കി 30ഓളം പരിസരത്തുനിന്ന് കണ്ടുകിട്ടിന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പാമ്പുകളെ ഇങ്ങനെ വരാതിരിക്കാനുള്ള ഇങ്ങനത്തെ അതിനെ ഓപ്പോസ് ചെയ്യുന്ന അനിമൽസിനെ വളർത്തുന്നത് കൊണ്ട് ഗുണമുണ്ടോ? ഇതിലൊന്നും കാര്യമൊന്നുമില്ല. നമ്മള് കീരി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോ കീരി പൊതുവെ പാമ്പും കീരിയും കണ്ടു കഴിഞ്ഞാൽ ശത്രുക്കളാണെന്ന് പറയും. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കാറുണ്ട്, അതെ, അതെ, അതെ. കൊല്ലാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ പൂച്ച എന്ന് പറയുമ്പോ പൂച്ച അത്യാവശ്യം പാമ്പിനെ പിടിക്കാറുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൂച്ച ഇങ്ങനെ പാമ്പിനെ ഇങ്ങനെ തട്ടി 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 കളിക്കും. അത് കളിക്കും. പാമ്പിനെ മാത്രമല്ല, ഇപ്പൊ അത് എന്തുവാണ് എലിയായാലും എന്ത് ഒരു സാധനം. പാറ്റയെ അതെ, കണ്ടാല് അതെ, അതെ. പൂച്ച ആദ്യം ചെയ്യുന്നത് അതിനെ ഒന്ന് വെറുതെ ഇട്ട് കളിക്കുകയാണ് കളിക്കും. ചെയ്യുന്നത്. കാരണം എന്റെ വീട്ടിൽ 4 പൂച്ചയുണ്ട്. എനിക്കറിയാം. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇത് ചെയ്തിട്ട് ആ ജീവി ശരിക്കും അവശ്യ നിലയിൽ എത്തുമ്പോഴാണ് ചിലപ്പോ കടിച്ചു കൊല്ലാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഇതുപോലെ എടുത്ത് വീടിനുള്ളിൽ കൊണ്ട് വെക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോ ഒരു ജീവനിൽ ചിലപ്പോ എടുത്ത് വീട്ടിലെ കട്ടിലേക്ക് കൊണ്ടുവയ്ക്കാം. നമ്മുടെ തന്നെ ഒരു റെസ്ക്യൂ ചെയ്യാൻ പോയ സ്ഥലത്തായിരുന്നു ഈ 8 അണലിയെ അതെ കുഞ്ഞുങ്ങളെ കൊന്ന ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളത്. ഒരു കണക്കിന് ഈ മൃഗങ്ങൾക്ക് ഇവർക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് പ്രസൻസ്. ഡോഗ്സിനും കാറ്റ്സിനും ഒക്കെ ഇപ്പൊ പാമ്പ് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ആ ഭാഗത്ത് ചെന്ന് നിന്ന് നിരന്തരം കുരച്ചുകൊണ്ടിരിക്കുക. പൂച്ചയാണെങ്കിലും പെട്ടെന്ന് അത് ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അത്തരത്തിൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊരു അതെ ഒരു മുൻനിർദ്ദേശം തരുന്നുണ്ടല്ലേ? ചേച്ചി അതുപോലെ ഞാൻ പേയിങ് ഗസ്റ്റിലാണ് PG-യിലാണ് ഞാൻ താമസിക്കുന്നത്.
അപ്പൊ ഞാൻ എന്റെ റൂമിൽ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടാൽ ആദ്യം ഞാൻ അബ്സല്യൂട്ട് ഞാനത് ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. എനിക്ക് ലോകത്ത് എന്താണ് പേടിന്ന് ചോദിച്ചാൽ ഞാൻ പാമ്പാന്നേ പറയത്തുള്ളൂ. അപ്പൊ ഞാൻ പേടിച്ചിങ്ങനെ തരിച്ചു പോയി നിന്ന് പോകും. ആ സന്ദർഭത്തിൽ ഞാൻ ആരെയാണ് ആദ്യം ഇക്കാര്യം അറിയിക്കേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീടിനുള്ളില് അല്ലെങ്കിൽ വീടിന്റെ പരിസരത്ത് ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പേടിച്ച് തലയെ കുത്തനെ ഓടുകയല്ല വേണ്ടത്. ആദ്യം ഒന്ന് മീൻസ് നമ്മൾ ചവിട്ടോ അല്ലാതെ ഇങ്ങനെ കാണോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് നമ്മൾ പേടിക്കും പൊതുവെ. സാധാരണ നമുക്കിപ്പോ ഒരു 95% പേർക്കും വന്യമൃഗങ്ങളിൽ ഏറ്റവും പേടിയുള്ളത് പാമ്പിനെയാണ്. അതെ. അപ്പൊ നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയുന്നതല്ല. നമുക്ക് പേടിയില്ലാന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് പേടിയില്ലാന്ന് ഒരിക്കലും ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളല്ല. പേടിയുണ്ട്, എല്ലാവർക്കും പേടിയാണ്. അപ്പോ പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് സംയമനം, ഒരു ജാഗ്രത, ഒന്ന് മാറി നിന്നൊന്ന് നിരീക്ഷിക്കണം. ഇത് എവിടെയാണ്? കാരണം ഇത് പാമ്പിനെ കാണുമ്പോൾ നമ്മളും പേടിക്കും, അതും പെട്ടെന്ന് മനുഷ്യന്റെ ഒരു മാത്രല്ല presence അതെ പെട്ടെന്ന് ആൾക്കാര് വട്ടം കൂടിയിട്ട് അതിനെ എടുക്കാനും കമ്പെടുത്ത് അതെ, തല്ലാനും അതെ, ഒക്കെ പോകും. അങ്ങനെയൊക്കെ അതെ. അപ്പൊ ആദ്യം ഇത് എവിടെയാണ് കയറിയിരിക്കുന്നത് എന്നൊന്ന് നിരീക്ഷിക്കുക. അതിനുശേഷം നമ്മുടെ സർപ്പൈഡേ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് നമ്മുടെ എന്താണ് നമ്മൾ 108 ആംബുലൻസ് വിളിക്കുന്നത് പോലെ തന്നെ സർപ്പ എന്ന് പറഞ്ഞ് നമ്മുടെ ഫോണില് അത് തന്നെ ഒരു പാമ്പിന് വേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ അത് സൂക്ഷിച്ചു വെച്ചിരുന്നാലും നമുക്ക് അതിനുള്ളിൽ റെസ്ക്യൂസിന്റെയും വോളണ്ടിയേഴ്സിന്റെയും ഒക്കെ നമ്പർ കിട്ടും. അപ്പൊ ആ നമ്പറിൽ ആരെങ്കിലും വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ റെസ്ക്യൂ സ്ഥലത്തെത്തി അതിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റി തരുന്നതാണ്. അതിപ്പോ സർപ്പയുടേത് അല്ല എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനുള്ള സമയം കിട്ടുന്നില്ല, ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ വേറെ ഗൂഗിളിൽ തന്നെ നമ്മൾ വനംവകുപ്പിന്റെ ഏതെങ്കിലും നമ്പർ സെർച്ച് ചെയ്താൽ ഫോറസ്റ്റ് ഓഫീസെന്നോ നമ്മുടെ നിയറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസെന്നോ എന്തേലും അപ്പൊ എന്റെ പേര് കൊടുത്താലും കിട്ടും. അപ്പൊ അങ്ങനെ അത്തരത്തില് ഏതെങ്കിലും ഒരു ഇത് കൊടുത്ത് ഒന്ന് സെർച്ച് ചെയ്ത് പെട്ടെന്ന് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അവിടെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവര് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു വോളണ്ടിയറുടെ നമ്പർ തരും. അപ്പൊ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആളെ വിളിച്ച് നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്തു മാറ്റാം. ഓക്കെ. ചേച്ചി അതായത് ഇപ്പൊ ചേച്ചി ചെയ്യുന്ന ഈ ജോലിക്ക് അസാമാന്യമായ ഒരു ധൈര്യമാണ് നമുക്ക് വേണ്ടത്, ഒന്നാമത്തെ കാര്യം. മാത്രല്ല പെൺകുട്ടികൾ പലപ്പോഴും എഞ്ചിനീയറും ഡോക്ടറും സൈന്യത്തിൽ വരെ പോകുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് പാമ്പ് റെസ്ക്യൂർ ആയിട്ട്, അതൊരു വനിത. അത് ആ ഒരു പ്രൗഡ് മൂവ്മെന്റ്, ശരിക്കും പ്രൗഡ് മൂവ്മെന്റ് തന്നെയാണ്. അപ്പൊ ചേച്ചി ഇതിലൂടെ കടന്നു വരുമ്പം കുറെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവാം. അപ്പം അതിനെ കുറിച്ചൊന്ന് പറയോ? നമുക്ക് റെസ്ക്യൂവേഴ്സും ഉണ്ട്. ഇപ്പൊ ലേഡീസ് ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളെ ചെയ്യുന്നതൊക്കെ കാണുമ്പോ ഇതുണ്ട്. നമുക്ക് ലൈസൻസ്ഡ് റെസ്ക്യൂസും കേരളത്തിൽ ഒരു ഒത്തിരി പിള്ളേരൊക്കെ വരുന്നുണ്ട്. അതിന് മുമ്പും ഉണ്ട്. മലപ്പുറത്തൊക്കെ ഉള്ളൊരു ലേഡി ഉണ്ടായിരുന്നു, ഉഷ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ പക്ഷെ എനിക്കൊന്നും വനം വകുപ്പില് വന്നതിന് ശേഷം അല്ലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സ്നേക്ക് റെസ്ക്യൂവർ ആയിട്ട് കൂടുതൽ അറിയപ്പെട്ട ഒരാള് ഞാനായിരിക്കണം. അപ്പോ ധൈര്യം ഉറപ്പായിട്ടും വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ലൈസൻസ് ഉള്ള ആൾക്കാർ തന്നെ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അതിപ്പോ ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും ചെയ്യാത്ത ആൾക്കാർ ഒരുപാട്, നമുക്ക് ഫുള്ളി ആക്റ്റീവ് ആവാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതൊരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം ആ ജീവി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ അതിനൊരു ധൈര്യം ഉറപ്പായിട്ടും വേണം. എന്തോ അങ്ങനെ ഒരു ധൈര്യം എവിടെന്നോ കിട്ടിയത് കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് കാര്യമായാലും നമുക്ക് അതിനോട് ചെയ്യുന്ന കാര്യത്തോട് അത്രയും ആത്മാർത്ഥമായ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോടൊരു ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം കൊണ്ട് അത് അത്രയും ആത്മാർത്ഥമായി ചെയ്യുന്നു. അവയെ റെസ്ക്യൂ ചെയ്യുകയും അവയെ സുരക്ഷിതമായിട്ട് അവരുടെ വാസസ്ഥലത്തിലേക്ക് തന്നെ തിരിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു എന്താ പറയാ, അത്രയും ഭംഗിയായിട്ട് നിങ്ങൾ ആ കാര്യം നിർവഹിക്കുന്നുണ്ട് തീർച്ചയായും. അപ്പം അതിനോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇതിനെ നമ്മൾ എന്താ പറയാ, ആ ഒരു പാമ്പിനോട് തോന്നുന്ന ആ ഒരു കാതലായ ബന്ധം, അതിനെ ഒന്ന് അതെങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഇങ്ങനെ തോന്നിയത്, മൈൻഡിൽ തോന്നിയത്? ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അതെന്താ? ഓ സീക്രട്ട് ആണോ? ശരിക്കും എനിക്ക് വന്യമൃഗങ്ങളോടാണ് ഇഷ്ടം. മനുഷ്യരെക്കാൾ ഇഷ്ടമുള്ളത് വന്യജീവികളാണ്. വനം വകുപ്പിൽ വന്നതിന് ശേഷം തന്നെയാണ് റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ റെസ്ക്യൂ വിങ്ങിലാണ് ജോലി ചെയ്യുന്നത്. റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്ന ഇതിലാണ്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഈ ചൂട് തന്നെ എന്തുവാണ് പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റമാണ്, പരിസ്ഥിതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്, നമ്മൾ മനുഷ്യർ കാരണം തന്നെ ഉണ്ടായ മാറ്റങ്ങളാണ്. ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം ആവശ്യം എന്ന് പറയുന്നത് പ്രകൃതിയും വനവും വന്യജീവികളും ഇതെല്ലാം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. പ്രകൃതിക്ക് മാത്രമേ
ആ ഒരു എന്തുവാണ് സന്തുലനാവസ്ഥ നിലനിർത്താൻ പറ്റുള്ളൂ. നമ്മള് വിചാരിച്ചാലൊന്നും ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയൊന്നും അത്രത്തോളം ഒന്നും മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. പറ്റില്ല. നമ്മള് വീണ്ടും തീർച്ചയായും. നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഉറപ്പായിട്ടും. പക്ഷേ ഇതിപ്പോ പാമ്പിനെ കണ്ടാല് തല്ലിക്കൊല്ലണം, 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 മനുഷ്യന്റെ ജീവൻ എടുക്കുന്നു, തല്ലിക്കൊല്ലണം. ഇത് തന്നെയാണ് ആൾക്കാര് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് റെസ്ക്യൂ ചെയ്യുന്നവർക്ക് ഒരുപാട് ചീത്തയായിട്ടുള്ള കാര്യാ പറയുന്നത്. ഞങ്ങൾ ഒരുപാട് ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒത്തിരി ചീത്ത പറയുന്നവരുണ്ട്. ഞങ്ങള് ഈ പറയുന്ന ഞങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതൊരിക്കലും ഒരു പാമ്പിന്റെ സുരക്ഷ മാത്രമല്ല എന്നുള്ള ഒരു മനുഷ്യന്റെ ജീവനെ കൂടി രക്ഷിക്കണം എന്നുള്ളൊരിതിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോ എന്തുവാണ് പാമ്പ് കടിയേറ്റ് മരണം ഉണ്ടായപ്പോ എന്തുവാണ് ഇവരെല്ലാം നമ്മളെയാണ് ശരിക്കും മോശം പറയുന്നത്. അത് കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. കാരണം നമ്മൾ ഇത്രയും ഇതായിട്ട് ഒരു വന്യജീവിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വന്യജീവി സംരക്ഷക എന്ന നിലയിൽ എന്റെയും വനംവകുപ്പിന്റെയും ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. തീർച്ചയായും. അപ്പോ അത് ഞങ്ങള് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിതിനെയെല്ലാം തല്ലിക്കൊന്ന് കളഞ്ഞ് ഇതെല്ലാം നശിച്ചു പോയിട്ട് ഇവിടെ നമ്മൾ മനുഷ്യര് മാത്രമായിട്ട് സുഖമായിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ മനുഷ്യരെന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലെയും ന്യൂസിലുണ്ടായിരുന്നു. 30 വയസ്സുള്ള മകൻ അമ്മയെ കഴുത്തറുത്ത് കൊന്നു. അതെ, അതെ. വിഴിഞ്ഞത്ത് റോഡ് സൈഡിലിട്ട് ഒരാളെ തല്ലിക്കൊന്നു. ഇത്തരത്തില് ഒരുപാട് മനുഷ്യൻ തന്നെ മനുഷ്യനെ യാതൊരു കാരണവുമില്ലാതെ കൊല്ലുന്ന എത്രയോ വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പോ എന്തുകൊണ്ട് അങ്ങനെ കൊല്ലുന്ന മനുഷ്യരെ എല്ലാം ഇതുപോലെ തല്ലിക്കൊന്നു കളയും എന്ന് പറയാതെ നമ്മളെ നിയമത്തിന് വിട്ടുകൊടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോ വന്യജീവികളൊക്കെ എത്രമാത്രം പാവങ്ങളാണ്. അവരാരും ഒരു അനാവശ്യമായിട്ട് ആരെയും ഉപദ്രവിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം വെച്ച് പാമ്പുകൾ ഇത്രയും വർഷമായിട്ട് ഇവരൊന്നും ഇങ്ങനെയും മനുഷ്യരെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ അവരുടെ ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവര് വനത്തിൽ നിന്ന് പുറത്തു അല്ലെങ്കിൽ അവരുടെ ഇതിൽ നിന്ന് ആവാസവ്യവസ്ഥയിൽ നിന്ന് അവര് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് അവർക്ക് അവിടെ ജീവിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് കൊണ്ട് വരുന്നതാണ്. അപ്പൊ അത് പ്രതിരോധിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാനുള്ളത്. തീർച്ചയായും. അത് നമ്മള് അവർക്ക് ബുദ്ധിയില്ല, നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, മനുഷ്യർക്ക് ബുദ്ധിയുണ്ടല്ലോ. ഇപ്പൊ ശരിക്കും തോന്നുന്ന അവരെക്കാൾ മണ്ടന്മാരാണ് നമ്മളെന്നാണ് നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത്. അപ്പൊ നമുക്ക് ഉള്ള ബുദ്ധി വെച്ചിട്ട് അവര് വരാതിരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ അല്ലെങ്കിൽ അവർക്കൊരു ഷെൽട്ടർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ കുറെയൊക്കെ. അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ഈ ഒരു പ്രൊഫഷൻ എത്രത്തോളം ചേച്ചി സാറ്റിസ്ഫൈഡ് ആണ്? എന്റെ പ്രൊഫഷനിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ ഒത്തിരി ഒരുപാട് എന്തുവാണ് എന്റെ ജീവിതം തന്നെ ഒരു സിനിമാ കഥ പോലെ ഞാൻ കുറെ ബുദ്ധിമുട്ടിയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തരണം ചെയ്തത് ഇതുമാണ് എന്റെ ആത്മാർത്ഥത കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്റെ ജോലിയോടുള്ള എന്റെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് അതിനെയെല്ലാം തരണം കൊണ്ട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെയെല്ലാം നേരിട്ടിട്ടുള്ളത്. കാരണം നമ്മള് മറ്റൊരാൾക്ക് ഒരു തെറ്റ് ചെയ്യുന്നില്ല, മറ്റൊരാളോട് ഒരു തെറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിനോട് ഒരു തെറ്റ് ചെയ്യുന്നില്ല എന്നൊരു പൂർണ്ണമായ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മളെ മറ്റേ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ശരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മറ്റൊരാളെ പേടിക്കേണ്ട കാര്യമില്ല. ആ ഒരു പൂർണ്ണ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ പല വെല്ലുവിളികളും ഞാൻ നേരിട്ടിട്ടുണ്ട്. അത് നേരിടാനുള്ള മനക്കരുത്തുള്ളതും അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ സമൂഹം എത്രത്തോളം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ സ്ത്രീ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് ആയിട്ടില്ല. മീൻസ് അവളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന കുറെ പേർക്ക് മേ ബി ഇതിലേക്കൊക്കെ തുനിഞ്ഞിറങ്ങാനുള്ള ധൈര്യം ഉണ്ടെങ്കിലും സമൂഹം അതിനെ അനുവദിക്കുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനില് ഈ റെസ്ക്യൂ ടീമില് അഥവാ സ്നേക്ക് റെസ്ക്യൂ ടീമിലേക്ക് ഇനി വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ മേ ബി ചിലപ്പോൾ ഉണ്ടാവും. അവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? അത് ശരിയാണ്. പലതും നമുക്ക് അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് ചെയ്യാത്തതാണ്. 100% ശരിയാണ്. സ്ത്രീകൾക്ക് പലയിടത്തും അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കണം എന്നെ സംബന്ധിച്ചതാണ്. നമുക്ക് പല കാര്യങ്ങൾക്കും എനിക്ക് അവസരം കിട്ടാത്തത് കൊണ്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മള് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഇപ്പൊ ഈവൻ എന്നെ തന്നെ കുറച്ച് സോഷ്യൽ മീഡിയയിലെ വഴിയൊക്കെ അറിയപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടായിട്ടുള്ളത് പല രീതിയിലും. അപ്പോ അത്തരത്തില് സ്ത്രീകളെ മുന്നോട്ട് വരാൻ എവിടെന്നോ ഒരു ഒരു പിൻവലി ഉണ്ട് പല സ്ഥലങ്ങളിലും. നമ്മളെ ഒരു സൈഡിലേക്ക് ഒതുക്കാനുള്ള ഒരിത് പല സ്ഥലത്തു നിന്നും ഉണ്ട്. അത് ഉറപ്പായിട്ട് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാനതില് ബോധേഡല്ല. നമുക്ക് ചെയ്യാൻ ഒരു കാര്യം ചെയ്യാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ ആത്മധൈര്യം, അത് തന്നെയാണ് നമ്മുടെ സുരക്ഷ അത് നമുക്ക് തന്നെയാണ്. നമ്മുടെ സംരക്ഷണം അത് നമ്മളിൽ തന്നെയാണ് വിശ്വസിക്കുന്ന ഒരാളാണ്.
അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് മാക്സിമം ചെയ്യാം. അത് റെസ്ക്യൂ ചെയ്യാനായാലും താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വരാം. ഇപ്പോ ഇതൊക്കെ ഇപ്പൊ അത്ര ചെറിയ കാര്യങ്ങളാണ്. വലിയ അതെ, അതെ. സംഭവമൊന്നും അല്ല. പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം ധൈര്യവും അതിനോട് ഇഷ്ടമൊക്കെ ഉള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാന്നുള്ള കാര്യമേ തീർച്ചയായും. ഉള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾ വരുന്നതില് ഒരു വിഷമവും ഇല്ല. വരട്ടെ, എല്ലാരും വരണം എന്നാണ് എന്റെ ഉം. ആഗ്രഹം. ചേച്ചി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അത് വേറൊന്നല്ല, രാജവെമ്പാലനെ സ്മൂത്ത് ആയിട്ട് അതിന് എന്താ പറയാ ബാഗിലേക്ക് കയറ്റുന്നതാണ്. സാധാരണയായിട്ട് കുറെ കോപ്രായങ്ങൾ കാണിക്കുന്നവരുണ്ട് അതും വെച്ചിട്ട്. പാമ്പിനോട് ഉമ്മ കൊടുക്കുക അങ്ങനെയൊക്കെ രീതിയിൽ കുറെ പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ രീതിയിൽ നിന്നിട്ടും അതിന് സ്മൂത്ത് ആയിട്ട് നമ്മൾ ഈ പിള്ളേരെയൊക്കെ എന്താണ് വീട്ടിൽ കയറാന്ന് പറയുന്ന രീതിയിൽ എനിക്ക് ആ ലിപ്സിങ് അങ്ങനെയാ എനിക്ക് തോന്നിയത്. എടാ കേറാ മോനെ എന്ന് പറയുന്ന പോലെ ആണല്ലേ. ഞാൻ ആ വീഡിയോ ഇതാണ് ആ വീഡിയോ. വരൂ വരൂ എന്ന് പറഞ്ഞിട്ടാ ഞാൻ എന്നെ വിളിച്ചത്. കാരണം അത് കിങ് കോബ്ര എന്ന് പറയുമ്പോ ഇതിന്റെ മേളിൽ കൊടുത്തേക്കുന്നത് തെറ്റാ. ശരിക്കും കിങ് കോബ്ര എന്ന് പറയുന്നത് നമുക്ക് സാധാരണ റെസ്ക്യൂസിന് എല്ലാം റെസ്ക്യൂ ചെയ്യാൻ താല്പര്യമുള്ള ഒരു പാമ്പാണ് king അതെ, cobra. അതെ. കാരണം നമുക്ക് പൊതുവെ കുറവാ. കിങ് അങ്ങനെ പുറത്തോട്ട് അധികം ഇറങ്ങി വരാറില്ല. രാജാവല്ലേ. അത്രത്തോളം അതിന് ആ ഒരു വിലയുണ്ട്. വിലയുണ്ട്. അപ്പൊ ശരിക്കും അങ്ങനെ കിങ്ങിനെ കാണണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ 1-2 തവണ എനിക്കത് വെച്ച് തട്ടി ഇങ്ങനെ പോയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വീഡിയോ ആണ്. അപ്പോ അത് ഞാൻ ആദ്യമായിട്ട് ലൈവായിട്ട് കിങ്ങിനെ കാണും. ലൈവ് ആയിട്ടല്ലേ. അതെ, അതെ, അതെ. അപ്പൊ അന്നും എല്ലാരും ഇങ്ങനെ പേടിയാണെങ്കിൽ വേണ്ട, നമുക്ക് വേറെ ആളെ വിളിക്കുക ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം, നിങ്ങള് സമാധാനം തരൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിലും ഗേൾ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പെണ്ണായതുകൊണ്ടാണ് അതെ, അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുന്നവരുണ്ടാവും. അതെ പറഞ്ഞു, പേടിയാണെങ്കിൽ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. കൂടെയുള്ള ഓഫീസേഴ്സ് ഒക്കെ അവർക്ക് ആ ഒരു ടെൻഷൻ മീൻസ് അതെ, അതെ. കിങ്ങൊക്കെ എന്ന് പറഞ്ഞാല് ഫൈറ്റ് ഉണ്ടായാലോ 2 മിനിറ്റിനകത്ത് ആള് മരിച്ചു പോകും. തട്ടിപ്പോവും ഉടനെ. അതെ. അപ്പൊ അതുകൊണ്ടാ ഇത് എനിക്ക് ഇതിനോട് ഭ്രാന്ത് പിടിച്ച് അത്രയും ഇത് കാണിക്കുന്നു എന്ന് പറഞ്ഞ് കൂടെയുള്ളവർക്ക് ആ ധൈര്യം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്നുള്ള ധൈര്യം എനിക്ക് പറ്റുന്നൊരു ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു 6 മിനിറ്റ് 34 സെക്കൻഡിലാണ് ഞാൻ അന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ കണ്ടപ്പോഴില്ലേ, ഈ കിങ്ങിനെ ഓൾറെഡി മറ്റേ ടീച്ച് ചെയ്തെടുക്കത്തില്ലേ, ആ രീതിയിലാണ് ഞാൻ ഫീൽ ചെയ്തത്. അത് പാമ്പിനോടല്ല, അത്യാവശ്യം വന്യമൃഗങ്ങളോടല്ല ഞാൻ അങ്ങനെ സംസാരിക്കാറ്. അത് അങ്ങനെ വന്നു പോകുന്നതാ, മനഃപൂർവ്വം ചെയ്യുന്ന. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാതലായ ബന്ധം. അത് ആ ഒരു ഇതില് പാമ്പുകളെ എല്ലാം പാമ്പുകളോട് ഞാൻ ചിലപ്പോ നമ്മൾ എടുക്കുമ്പോ റെസ്ക്യൂ ചെയ്യുമ്പോ ഇവര് കേറൂല. ഇപ്പൊ ബാഗിനുള്ളിൽ കേറാൻ കുറച്ച് താമസിക്കും, കേറൂല. അപ്പോഴേക്ക് പറയുന്ന എനിക്ക് പോണം, പോവാം എന്നൊക്കെ പറയും. അത് നമ്മളിങ്ങനെ മനഃപൂർവ്വം അയ്യോ വീഡിയോ എടുക്കുന്നു ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നതല്ല. അത് എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. ഞാനിങ്ങനെ അങ്ങനെ സംസാരിക്കാറുണ്ട്. പൊതുവെ ഞാനിങ്ങനെ അല്ലെങ്കിൽ തന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്കൊക്കെ സംസാരിക്കുന്ന ഒരാളാ. ഞാനിപ്പോ വണ്ടിയിലൊക്കെ പോകുമ്പോ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ കുറച്ച് കിളി പോയാണെന്ന് വിചാരിച്ചാ മതി. ചേച്ചി ഇതുവരെ ചെയ്തിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒട്ടേറെ ഉണ്ടാവും. 1000-ന് മേലിൽ കുറെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഭയാനകമായിട്ട് അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് തോന്നിയിട്ടുള്ള ഒരു സംഭവം? തോന്നിയിട്ടില്ല. പേടി തോന്നി അങ്ങനെ വലിയ സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള പാമ്പുകളുണ്ട്. 2 പേരൊക്കെ ചിലപ്പോ കിങ്ങൊന്നും വലിയ പ്രശ്നമല്ല. കിങ്ങിനൊക്കെ സുഖമായിട്ട് ഇങ്ങനെയല്ല പ്രതികരിക്കുന്നത്. കിങ് പാവമായിരുന്നു, എന്നെ കണ്ടത് പേടിച്ചു എന്നാ. അതുകൊണ്ട് കിങ് വലിയ പ്രശ്നമല്ല. പിന്നെ ഒരു കിങ്ങിനേക്കാൾ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ ജഗതി എന്നൊരു കോബ്രയെ റെസ്ക്യൂ ചെയ്യുന്ന. അത് എനിക്കൊന്ന് കിങ് ആയതുകൊണ്ടാണ് അത്രത്തോളം എത്തിയത്. കാരണം ലേഡീസ് ആരും ഇതുവരെ അങ്ങനെ കോബ്രയെ റെസ്ക്യൂ ചെയ്തിട്ടില്ല. മറ്റേ കോബ്ര എന്ന് നമ്മള് എപ്പോഴും കാണുന്ന പാമ്പാണ്. പക്ഷെ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെയായിരുന്നു. അത് തൊടാൻ സമ്മതിക്കൂലായിരുന്നു. കാരണം സാധാരണ നമ്മള് മൂർഖമാവനെ വാലിൽ പിടിച്ചിട്ട് തൊടാൻ സമ്മതിക്കൂല. ചില പാമ്പ് അങ്ങനെ എന്റെ വാലിൽ നമ്മൾ പിടിക്കാൻ വാലിൽ പിടിക്കുമ്പോ ഇത് തിരിഞ്ഞിങ്ങി വരും. അങ്ങനെ പിടിക്കാൻ സമ്മതിക്കാത്ത 1-2 പാമ്പുകളുണ്ടായിരുന്നു. 2 വലിയ മൂർഖം പാമ്പ്. പിന്നെ നമ്മള് പിടിക്കും. ഓക്കെ. അപ്പൊ ചേച്ചി എപ്പോഴേലും ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും പതറിപ്പോയിട്ടുണ്ടോ? അങ്ങനെ സംഭവം ഉണ്ടായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെ, അതെ. ഇത്രയും തിരക്കേറിയ ഒരു വലിയൊരു ചുമതലയുള്ള, അപ്പം ഈ സമയത്ത് നമുക്കറിയാം അത്രയും തിരക്കുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. എന്നിട്ടും നമുക്ക് ഈ ഒരു സമയം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ചേച്ചിക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നല്ല വൃത്തിക്ക് തന്നെ ഔദ്യോഗികമായി തന്നെ മുന്നേറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്താണ് നിങ്ങളുടെ മീഡിയയോടും ശരിക്കും തിരക്കാണ്. ഇപ്പൊ ഈ ഒരു സമയം കൂടി ആയതുകൊണ്ട് കുറച്ച് തിരക്കാണ്. പക്ഷെ എന്നിട്ട് പോലും നമുക്കൊരു കുറച്ച് സമയം ഒരു ചെലവഴിക്കാൻ ഒരു മീഡിയന്ന് വരുമ്പോ സംസാരിക്കാൻ തയ്യാറാവുന്നത്, അതൊരു 5 പേരെങ്കിലും കേട്ട് അവർക്ക് അതിലൊരു അവയർനെസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ജീവൻ രക്ഷപ്പെടുത്തപ്പെടാൻ പറ്റുമെങ്കിൽ അങ്ങനെ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ശരിക്കും വീണ്ടും വീണ്ടും ഈ മീഡിയകൾ വഴി വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എനിക്ക് തോന്നുന്നു ഞാനൊരു യൂട്യൂബിലൊക്കെ എന്റെ ഒരു 500ഓളം വീഡിയോസ് ഉണ്ടാവും. അപ്പൊ പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എനിക്ക് തന്നെ ചിലപ്പോൾ നാണക്കേട് തോന്നാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും വീണ്ടും പറയുന്നത്, അത് ഒരാളിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായും. ഉണ്ടായിക്കോട്ടെ. ആ ഒരു സാഹചര്യം നമുക്ക് ഒഴിവായിക്കോട്ടെ. ആ ഒരു ജീവിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നെങ്കിൽ അത് ഞങ്ങളുടെയും സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നിങ്ങളോട്, പ്രേക്ഷകരോടും എനിക്കത് പറയാനുള്ളത്. വനംവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ ഒരു സമയത്ത് കൃത്യമായി നിങ്ങൾ പാലിക്കണം. അത് ഞങ്ങളുടെ വനംവകുപ്പിന്റെ ഒരു അപേക്ഷയാണ്. ഇനിയും മറ്റൊരു എന്തുവാണ് ദുഃഖകരമായ വാർത്ത അറിയാതിരിക്കട്ടെ, അതിനുള്ള ഇടം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറയുന്നു. മീഡിയയോടും എനിക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി.